അന്ന് പിന്നെ യേശുവിൻ്റെ ഈ ഒരു ബിയറോ ഒരു വൈൻ കുപ്പി ഇരുന്ന് എന്താ കുഴപ്പം? മറ്റന്നാൾ അതിൻ്റെ മുന്നേ ആദ്യം പോയി തള്ളി നിൽക്കുന്ന ഈ ഹിന്ദു എന്ന് പറയുന്ന ജന്തുവായിരിക്കും. എനിക്ക് സൗകര്യമില്ലടാ നിന്റെ മതത്തെ മാനിക്കാൻ, ഒരു മസ്ജിദ് കല്ലർ കൊടുക്കും. അപ്പോൾ കേരളം കത്തും. ഐശ്വര്യത്തിന് വേണ്ടി യാഗം നടത്തുന്നു, വലിയ അപരാധമാണ്, ലവ് ജിഹാദാണ്. ഈ തരത്തിലുള്ള ആളുകളെ പ്രേമത്തിൽ കുരുക്കിയും നിർബന്ധമായി മതം മാറ്റാം. സമാജം കൂടി ഉൾപ്പെടുന്നതാണ് ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് ഹിന്ദു സമാജത്തെ ദുർബലപ്പെടുത്തുന്നതിൽ ക്ഷേത്രങ്ങൾക്ക് ഒരുപാട് പങ്കുണ്ട്. ശബരിമല ക്ഷേത്രത്തിന് തീ വെച്ചത് എത്ര ഹിന്ദുക്കൾക്കറിയും? പല്ലും നഖവും വേണ്ടി വന്നാൽ വാളും എടുത്തു പോയി. സല്യൂട്ട് ഭാരതിന് ഇന്ന് ഏറെ സന്തോഷത്തോടെ ഒരു കുടുംബാംഗത്തെ, നമ്മുടെ എല്ലാമാർക്കെ കുടുംബത്തിലെ അംഗമായ വടയാർ സുനിലിനെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തെക്കുറിച്ച്, നമ്മുടെ ദേശീയതയെക്കുറിച്ചോ സനാതന ധർമ്മത്തെക്കുറിച്ചോ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് മാധ്യമങ്ങളിലൂടെ നിരന്തരം എടുക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ. അപ്പോൾ വളരെ അഭിമാനപൂർവ്വം നമ്മുടെ ഒരു കുടുംബാംഗം കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രസിഡന്റ്, സല്യൂട്ട് ഭാരത്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് ഒരു മുഖവരയോ പരിചയപ്പെടുത്തലോ താങ്കളെ കുറിച്ച് ആവശ്യമില്ല. ഇതെന്റെ വീടാണ്. എല്ലാമാർക്കുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരിൽ ഏതാണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ഞാൻ. ഒരു 30 വർഷത്തോളം മാധ്യമ പ്രവർത്തന പരിചയമുണ്ട്. അപ്പൊ അനുഭവ സമ്പത്തിനൊരു സല്യൂട്ട്. ആദ്യമല്ല, 30+ ആണ്. അതെ. പിന്നെ ഇപ്പോഴും സാഹിത്യ മേഖലയുമായിട്ട് പ്രസിദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും ചുമതലയുണ്ട്. എങ്കിൽ ഈ സോഷ്യൽ മീഡിയ നിരന്തരം നിരീക്ഷിക്കുന്നവർക്ക് താങ്കൾ ഒരു പാഠപുസ്തകമാണ്. കാരണം ഏത് രീതിയിൽ ഒരു വാർത്ത ജനങ്ങളിൽ എത്തിക്കണം, ഇപ്പോൾ ആ രീതിയിൽ വലിയ രീതിയിൽ വടയാർ സുനിൽ ഒരു ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ എല്ലാമാർക്കും എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. അപ്പം ഞാൻ അതിനെ ആദ്യം ആശ്രയിച്ചത് എല്ലാമാർക്കും എന്താണെന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമല്ലോ. അപ്പം ആദ്യം കണ്ടത് സുനിലേട്ടൻ്റെ വീഡിയോ, രജിത് ജി ആയിട്ടുള്ള വീഡിയോ. അതെ, കുറേ, അത് ലക്ഷക്കണക്കിന് പേര് കണ്ടിട്ടുമുണ്ട്. അപ്പം എൻ്റെ ഒരു നേരിട്ടറിയാനുള്ളൊരു കൗതുകത്തിൽ ചോദിക്കുകയാണ്, എന്താണ് എല്ലാമാർക്കെ രജിത് ജിയുമായിട്ട് സുനിലേട്ടൻ്റെ ബന്ധം എന്താണ്? അതൊരു കൗതുകകരമായ ചോദ്യമാണ്. കാരണം എല്ലാമാർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലില്ല, ഇന്ത്യയിൽ മുഴുവൻ ശ്രീ മുരുക ഭഗവാനുമായി ബന്ധപ്പെട്ട വിശ്വാസികൾക്കെല്ലാം അറിയാവുന്നൊരു നാമധേയമാണ് എല്ലാമാർക്കെയും അതിൻ്റെ ക്യാപ്റ്റനായ രജിത് ജി. പക്ഷെ എനിക്കറിയില്ലായിരുന്നു. ഒരു ദിവസം എൻ്റെ ബഹ്റിനിൽ നിന്ന് രഞ്ജിത്ത് വിളിച്ചിട്ട് പറയുന്നു, ഒരു സംഭവമുണ്ട്, ഒരു എല്ലാമാർക്കെ എന്ന് പറയുന്നൊരു മൂവ്മെന്റ് ഉണ്ട്. രജിത് ജി എന്ന് പറഞ്ഞ രജിത് കുമാർ എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആള്. അദ്ദേഹമായിട്ടുള്ള എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എല്ലാമാർക്കെ ഉണ്ടായിട്ടില്ല. എല്ലാമാർക്കെ ഒരു കരുവപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പൊ രഞ്ജിത്തിനോട് പറഞ്ഞു, അത് ഈ ശ്രീലങ്കയിൽ ശ്രീ മുരുകനുമായി ബന്ധപ്പെട്ട ചില നിഗൂഢ സ്ഥലികളുണ്ട്, അവിടേക്കുള്ള ഒരു യാത്ര ഒരിക്കൽ ഈ ഭഗവാന്റെ ദർശനത്തിന്റെ ഭാഗമായി രജിത് കുമാറിനുണ്ടായി. അങ്ങനെ കദർനാമ എന്ന മറ്റാണ് എൻ്റെ പേര്, അത് തന്നെ. അവിടേക്കൊരു യാത്ര പോകുമ്പോൾ രജിത് കുമാറിന്റെ കൂടെ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ പോയി. ഇവരൊന്നിച്ചാണ് യാത്ര ചെയ്തു. ഒരു സ്ഥലത്ത് അവരെ എത്തി. ഇവര് പോകാൻ നിശ്ചയിച്ച ഒരു സ്ഥലത്ത് മുരുക ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ എത്തി. പക്ഷെ അവരുദ്ദേശിച്ച അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ദർശനം കിട്ടിയ സ്ഥലമായിരുന്നില്ല അത്. അവിടെ എത്തിയിട്ട് ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ കാത്തു നിൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു അവധൂതനെ പോലെ ഒരാൾ വന്നിട്ട് പറയുന്നു, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് വന്ന ആളുകളല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തല്ലേ പോകേണ്ടത്, വരൂ ഞാൻ വഴികാട്ടാം എന്ന് പറഞ്ഞ് ഇവരെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇപ്പോഴും നമ്മുടെ ആളുകൾക്ക് ഏറെ പരിചിതമല്ലാത്ത അപൂർവമായ ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതുകൊണ്ട് നിങ്ങൾ ഈ അദ്ദേഹത്തിന്റെ പുസ്തകം ഒന്ന് വായിക്കണം, അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം, ചാനലിൽ ഒന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് സംസാരിച്ചു, പിന്നെ ഞാനത് വിട്ടുപോയി. നമ്മൾ പൊതുവെ സംശയമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് എത്ര മൂവ്മെന്റ് ഇപ്പൊ സമീപകാലത്ത് എന്നെ ഒരാൾ വിളിച്ചു, ബോംബെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, തിരുവനന്തപുരത്ത് അപ്പോൾ ഒരുപാട് ആത്മീയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഒരാളെ ഒന്ന് പരിചയപ്പെടുത്തണം. തിരുവനന്തപുരത്തുള്ള ഒരു ലേഡിയാണ്, ആ ലേഡി കൽക്കി അവതാരമാണ്. ഞാൻ പറഞ്ഞത് കൽക്കി അവതാരമാണ്. അത് മാത്രമല്ല, അത് ചെയ്യുവാണെങ്കിൽ എത്ര ആണ് അതിന്റെ റേറ്റ് എന്ന് വെച്ചാൽ റേറ്റ് തരാം. അപ്പൊ ഞാൻ പറഞ്ഞു, 2 കാരണങ്ങൾ കൊണ്ട് ഞാൻ ചെയ്യില്ല. ഒന്നാമത്തെ കാരണം, നിങ്ങൾ റേറ്റ് തരാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതൊരു ഫ്രോഡാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. രണ്ടാമത്തെ, കൽക്കി അവതാരം ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അത് തിരുവനന്തപുരത്ത് ഒരു മറിയാമ്മയോ ത്രേസ്യാമ്മയോ കൽക്കിയായി എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അത് വോയിഡ് അബിൻഷ്യോ എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ അപ്രസക്തമാണ്, തുടക്കത്തിലെ പാളി. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ
ആ ആളുകളെ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ബ്രാൻഡൂടെ വെച്ചിട്ടാണ്, നമ്മുടെ ക്രെഡിബിലിറ്റിയും നമ്മുടെ ക്രെഡിബിലിറ്റിയാണ്, നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ക്രെഡിബിലിറ്റിയാണ്. അതുകൊണ്ട് എനിക്ക് രജിത് കുമാർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ LMRK മൂവിനെ കുറിച്ച് എൻ്റെ ആത്മമിത്രമായ രഞ്ജിത്ത് പറഞ്ഞിട്ടും ഞാൻ സംശയാലുമായിരുന്നു. സ്വാഭാവികമാണ്, മാധ്യമപ്രവർത്തകർ സംശയിക്കില്ല, അത് ചെയ്യുള്ളൂ. പിന്നെ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ മോണിറ്ററി ബെനിഫിറ്റ് നോക്കി ചെയ്യുന്ന മാധ്യമ പ്രവർത്തനമുണ്ട്, പെയ്ഡ്. അതിലെനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല രജിത് കുമാറിനും താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരിക്കൽ രഞ്ജിത്ത് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു, ഞങ്ങളെ സംസാരിച്ച് നമുക്ക് നോക്കാം, പരിചയപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആ ടീമിലെ രാജേഷ് എന്നെ വിളിക്കുന്നു. അപ്പൊ ഞാൻ രാജേഷ് എന്നുള്ള നമ്പർ ഞാൻ സേവ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് കുറെ കാലമായി ഞാനിങ്ങനെ നിശബ്ദമായി, തൃശ്ശൂരൊക്കെ നമുക്ക് സൗഹൃദം ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം KSEBിൽ ജോലി എടുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വീട്ടില് ഒരു കണിക്ക പഞ്ചി വെച്ചിട്ടില്ല, അദ്ദേഹം കാവ്യ കൊടുക്കുന്നില്ല, അദ്ദേഹം സാധാരണ ഒരു മനുഷ്യനെ പോലെ ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു. ഇടയ്ക്ക് അദ്ദേഹത്തിന് ചില നിയോഗങ്ങൾ ഉണ്ടാവുന്നു, ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നു, അത് ചെയ്യുന്നു എന്നല്ലാണ്ട് മറ്റൊന്നും ചെയ്യുന്നില്ല. സാധാരണ നമ്മൾ കാണുന്ന ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ചെയ്യുന്നത് പോലെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഇടയ്ക്ക് ആളുകൾ അദ്ദേഹത്തോട് സങ്കടങ്ങൾ പറയുന്നു, പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, നിങ്ങൾ എൻ്റെ വീട്ടിൽ വരണ്ട, എനിക്കൊരു ദക്ഷിണ തരണ്ട. അദ്ദേഹത്തിന് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു കൊടുക്കുക, അദ്ദേഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ ഒരു സുഹൃത്ത് ഇന്ന് ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു IT കമ്പനി നടത്തുന്ന ഒരു പെൺകുട്ടി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സുനിലേട്ടാ, എനിക്ക് നിങ്ങളോട് തീരാത്ത കടപ്പാടുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ, നിങ്ങൾ ആരാണ്? ആ പേര് ഞാൻ പറയുന്നില്ല, എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയാണ്, അവരിത് കേൾക്കുന്നുണ്ടാവും, ഞാൻ പേര് പറയാത്ത മനപ്പുറമാണ്, എന്നോട് ക്ഷമിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ അങ്ങ് പറഞ്ഞിട്ടാണ് ഞാൻ LMRKയിൽ വന്നത്. LMRKയിൽ വന്നു, എൻ്റെ കുട്ടിയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എൻ്റെ സങ്കടം പറഞ്ഞു, റിജി പ്രാർത്ഥിച്ചു. എൻ്റെ മകൻ അതിനുശേഷം സംസാരിച്ചു തുടങ്ങി. അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ ആളുകൾക്ക് യാദൃശ്ചികത എന്നൊക്കെ പറയാം, ആയിരിക്കാം, അങ്ങനെയും പറയാം. പക്ഷെ വിശ്വസിക്കുന്നവർക്ക് അത് വിശ്വാസമാണ്. അതിനുശേഷവും ഞാൻ കണ്ടു അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞവർ വീട്ടിലേക്ക് വരണ്ട എന്ന് പറയും. പിന്നീട് എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഒരു അടുത്ത ബന്ധുവിനൊരു പ്രശ്നം വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ അവർക്ക് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ വിളിച്ചാൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് ആളുകളെ വിളിക്കാറില്ല, അങ്ങ് പറഞ്ഞുകൊണ്ട് അവർ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നത് വളരെ കുറച്ചു പേർക്ക് മാത്രം കിട്ടിയ ഒരു അപൂർവ ഭാഗ്യമാണ്. രജിത്ജി അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് അവർക്കൊപ്പം പ്രാർത്ഥിച്ചു അവർക്കും ഏറ്റവും വളരെ അടുത്ത ബന്ധുവാണ്, നല്ല റിസൾട്ട് ഉണ്ടായി. അതിലൊക്കെ ഉപരി അവരോട് ഞാൻ പറഞ്ഞു, ഇതിപ്പോ അവിടെ ചെന്നിട്ട് ഒരു ദക്ഷിണയൊക്കെ കൊടുത്തിട്ടേ പോരാവുള്ളൂ എന്ന് പറഞ്ഞു. ഇവരൊരു ഭേദപ്പെട്ട ഒരു തുക ദക്ഷിണ കൊടുത്തു. പ്രിയപ്പെട്ട LMRKയുടെ പ്രവർത്തകരെ, നിങ്ങൾക്കറിയാവുന്ന പോലെ പ്രേമൻ അറിയുമെന്ന് എനിക്കറിയില്ല, ഞാൻ പഠിച്ചു വരുന്നേ. അതായത് രജിത് കുമാർ ഒരു നയാ പൈസ പോലും വാങ്ങിച്ചില്ല. അപ്പൊ എനിക്ക് ഈ ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് LMRK എന്നുള്ള മൂവ്മെന്റിന്റെ രീതി എനിക്ക് മനസ്സിലായി. അതൊരു ആത്മീയ കച്ചവട പ്രസ്ഥാനമല്ല. പരസ്യമായിട്ട് പല വേദിയിലും പറയുന്നുണ്ട്, പക്ഷെ അനുഭവിച്ചറിയുന്നവർക്കറിയാം. കാരണം ഒരു നയാ പൈസ ഒരാളുടെ വാങ്ങുന്നില്ല, അതിന് മെമ്പർഷിപ്പ് ഇല്ല. മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിൽ പോയി നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മതി. പിന്നെയുള്ളൊരു കാര്യം എനിക്ക് ശ്രദ്ധയപ്പെട്ടത്, ഇപ്പൊ ആത്മീയ രംഗത്ത് നിൽക്കുന്ന ആളുകൾ എല്ലാ വിഭാഗം ആളുകളുടെയും പരിലാളന ഏറ്റുവാങ്ങാൻ നിൽക്കും, ആരെയും മുറിപ്പിക്കാൻ നിൽക്കില്ല. പക്ഷെ രജിത് കുമാറിന്റെ LMRK അല്ലെങ്കിൽ ക്യാപ്റ്റന്റെ LMRK അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ രജിത് ജി എന്ന് വിളിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റന്റെ LMRK അവരുടെ വേദികളിൽ ഭാരതത്തെ കുറിച്ച് സംസാരിക്കുന്നു. ഭാരതം ലോകത്തിന്റെ നേതാവാകണം, വിശ്വഗുരു ആവണം എന്ന് പറയുന്നു. ഭാരതത്തിന്റെ ക്ഷേമത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഛിദ്രശക്തികൾക്കെതിരെ നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്ന് പറയുന്നു. വന്ദേമാതരം പറയുന്നു. ഭാരത് മാതാ കീ ജയ് എന്ന് പറയുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇത് കൊള്ളാം എന്ന് കരുതി. ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ LMRK എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ, ഞാൻ മെമ്പറൊന്നുമില്ല, പക്ഷെ ഞാൻ ആ വീട്ടിൽ ഒരാളാണ് എന്ന് അഭിമാനത്തോടെ പറയും. ഞാൻ പറഞ്ഞ വാക്ക് അഭിമാനത്തോടെ പറയുന്നതാണ്. കാരണം സമീപകാലത്ത് LMRKയെ കരിവാരി തെക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. അതിൽ ചില ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, വിശ്വാസവും ദേശീയതയും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. എന്താ കുഴപ്പം? ഒരു ഹിന്ദു ഞാനൊരു പ്രാക്ടീസിങ് ഹിന്ദുവാണ്, ഞാനൊരു സ്വാഭിമാന ഹിന്ദുവാണ്, ഞാൻ ഹിന്ദു പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്, ഹിന്ദുവിന് വേണ്ടി സംസാരിക്കുന്ന ആളാണ്. അത് നിർഭയം നിരന്തരം പറയാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. അങ്ങനെയുള്ള എനിക്ക് എൻ്റെ രാജ്യം ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ രാജ്യമാകണമെന്ന് ആഗ്രഹിക്കാൻ അവകാശമില്ല എന്ന് പറയാൻ ആർക്കാണ് അധികാരം? അതെ. അപ്പോ വിശ്വാസികളായ ആളുകൾക്ക് രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് വലിയ മഹാപരാധമാണോ? അതെ.
ഇനി മറ്റൊന്നുണ്ട്, ഇതൊക്കെ ഇനി പറയുകയാണ്, ഇത്തരം ഈ പ്രസ്ഥാനങ്ങളൊക്കെ കാപ്പട്യമാണ് എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് ബോധ്യപ്പെടണം. ഞാൻ ബോധ്യപ്പെട്ടിട്ട് ഇതിനെ പിന്തുണയ്ക്കുന്ന ആളാണ്. നമ്മൾ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് മന്ത്രം ഉരുവിടുന്ന ആൾക്കാരാണല്ലോ. എനിക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പണ്ടൊരു സിനിമയിൽ പറഞ്ഞു, ഈ ലോക സമസ്ത എന്ന് പറയുമ്പോൾ അതിനകത്ത് പാകിസ്ഥാനും ഒക്കെ വരുമല്ലോ എന്ന് പറഞ്ഞു. എനിക്കത് വേണ്ട. അതുകൊണ്ട് എന്ത് സലീം കുമാർ മറ്റോ പറഞ്ഞത് അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നതല്ല. ഇനി ഇത് കാപട്യമുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടാവട്ടെ, പക്ഷേ നിങ്ങളൊരു പ്രസിദ്ധീകരണം എടുത്ത് കരിച്ച് പെട്രോൾ ടാങ്കിൽ ഇട്ടാൽ കാലിയായ നിങ്ങളുടെ പെട്രോൾ ടാങ്ക് നിറയും എന്ന് പറയുന്നതിനേക്കാളും ഭയന്നാണ്. അത്ഭുത പാൻക്രിയാസിന് ക്യാൻസർ വന്നപ്പോൾ അരക്കെട്ടിലേക്ക് ഒരു കുട്ടിപ്പത്രം, ഒരു ടാബ്ലോയിഡ് എടുത്ത് വെച്ച് കെട്ടിവെച്ച് നേരം വെളുത്തപ്പോഴത്തേക്ക് അത് പരിഹരിക്കപ്പെട്ടു എന്ന് പറയുന്നത്. ഗ്യാസ് തീർന്നു പോയി, വീട്ടിൽ വിരുന്നുകാർ വരുന്നുണ്ടായിരുന്നു, അപ്പോഴേക്ക് അത് എടുത്തുകൊണ്ട് ഗ്യാസ് കുറ്റി ഒന്ന് പൊതിഞ്ഞു വെച്ചു. പിറ്റേ ദിവസം ഗ്യാസ് കുറ്റി നിറഞ്ഞു എന്ന് മാത്രമല്ല, ഒരാഴ്ചത്തേക്കുള്ള ഗ്യാസ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഇവരെ ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നം പരിഹരിക്കാൻ ഈ സാധനം കൊണ്ടുവച്ചാൽ മതിയല്ലോ. ഞാൻ ആരെ ആക്ഷേപിക്കാൻ, പക്ഷെ ഈ ഭക്തിയെ, ആളുകളുടെ വിശ്വാസത്തെ വല്ലാതെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. എന്നിട്ടും ഹിസ്റ്റീരിയ ബാധിച്ചതുപോലെ ഇത്തരം സ്ഥലങ്ങളിലേക്ക് ആര് പോവുകയാണെന്നറിയോ? ഹിന്ദു പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം. എനിക്ക് വളരെ, എൻ്റെ ഒരു ഏറ്റവും അടുത്ത ഭാര്യയുടെ അടുത്ത ബന്ധുവിൻ്റെ വീട്ടിൽ വിഷുവിൻ്റെ തലേന്ന് രാത്രി ഞാൻ പോയി. അവിടെ ഞാൻ കാണുമ്പോൾ അവിടുത്തെ പെൺകുട്ടി ഒരു പുറത്തൊരു സ്ഥാപനത്തിൽ നല്ല നല്ല ജോലി ചെയ്യാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയി വിഷുവിന് പോയ വീടാണ്. വിഷുവിന് ഭാര്യ വീട്ടിൽ പോകുമ്പോൾ അവിടെയും കാണേണ്ട ഒരു വീടാണ്. അവിടെ ഞാൻ കണ്ടു വന്നതറിയോ? അലമാരിക്കകത്ത് ജീസസ് ക്രൈസ്റ്റിന്റെയും വേറെ 2 പുണ്യാളന്മാരുടെയും ചിത്രമായിരിക്കും. ഇതൊരു ഹിന്ദു വീടായതുകൊണ്ടാണ്. ഹിന്ദു വീടായതുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വർഷം ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനിൽ പ്രഭാഷണം എനിക്കുണ്ടായിരുന്നു. ഞാനത് പോയ വഴിക്ക് ഞാൻ അവിടെ രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ഹോട്ടലിൽ കയറി. അവിടെ ഞാൻ കണ്ടു, ഭിത്തിയിൽ അലങ്കരിച്ചിരിക്കുന്നു, ഒരു നടുക്കൊരു കൃഷ്ണനുണ്ട്, ഇപ്പുറത്ത് ഇടതും വലതും മക്കയിലെ കാബയുണ്ട്, യേശുദേവന്റെ ചിത്രമുണ്ട്. മതേതരത്വമാണ് നല്ലത്. പക്ഷേ ഉറപ്പാണ്, അങ്ങനെ നിങ്ങൾ 3 മതത്തിന്റെ പ്രതീകമായിട്ടുള്ള അടയാളങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഹിന്ദുവിന്റെ ആയിരിക്കും. നിങ്ങൾക്കൊരു ക്രിസ്ത്യാനിയുടെയോ ഒരു മുസ്ലിം മതവിശ്വാസിയുടെ വീട്ടിൽ കാണാൻ കഴിയില്ല. മതേതരത്വം പാലിക്കുക എന്നുള്ളത് ഇന്ത്യയിൽ ഹിന്ദുവിന്റെ മാത്രം ബാധ്യതയായിരിക്കും. ഉത്തരവാദിത്തമല്ല, ബാധ്യത. അവനൊരിക്കലും ഹിന്ദു മതത്തെക്കുറിച്ച് എൻ്റെ മതം അത് പരിപാലിക്കപ്പെടണം, എൻ്റെ മതത്തിലുള്ളവർ സംഘടിക്കപ്പെടണമെന്ന് ആലോചിച്ചാൽ അവന് വർഗീയവാദിയാണ്. ഇപ്പൊ ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്ന വർഗീയവാദികളുള്ള ഒരാളാണ്. ഞാൻ ഹിന്ദു മതത്തിന് വേണ്ടി ആ ചാപ്പ കിട്ടി, ഞാൻ അഭിമാനത്തോടെ എടുത്തു വെക്കുന്നു. കാരണം ഹിന്ദുവിന് കിട്ടാനുള്ളത് ഹിന്ദുവിന് കിട്ടണം. ഹിന്ദു ഈ രാജ്യത്തെ 2ാം കിട പൗരനല്ല എന്ന് വിശ്വസിക്കുന്ന ആളോ. മുസ്ലിമിന് കൊടുത്തോ, ഹിന്ദുവിനുള്ളതും തരണം. കൊടുക്കണ്ടെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ ഹിന്ദുവിന് കൊടുക്കാതെ ഹിന്ദുവിന്റെ തട്ടിപ്പറിച്ചെടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്താൽ അത് അനുവദിക്കാൻ പറ്റില്ല. അതിനെതിരെ പൊരുതുക തന്നെ വേണം. സമരം ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു, പൊരുതണം. പല്ലും നഖവും വേണ്ടി വന്നാൽ വാളുമെടുത്ത് പൊരുതണം. അതൊക്കെ പറയാൻ എനിക്കൊരു മടിയില്ല. അപ്പൊ ഞാൻ നമ്മുടെ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇനിയിപ്പോൾ അത്തരം ഹിന്ദു മൂവ്മെന്റുകൾ ഉണ്ടാവുമ്പോൾ ആളുകൾക്ക് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? ഞാൻ പറയുന്നത്, ഈ കുട്ടിപ്പത്രം എടുത്ത് വയറെ വെച്ചാൽ ക്യാൻസർ മാറും എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ട് നാളെ ഇവൻ എന്ത് ചെയ്യുന്നറിയോ? ഇവൻ മതം മാറും. അപ്പോൾ ഹിന്ദു മതത്തിൽ നിന്ന് ആളുകളുടെ മതപരിവർത്തനം തടയാനെങ്കിലും ഇത്തരം മൂവ്മെന്റുകൾ സഹായിക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ ഹിന്ദുവിന്റെ കാര്യങ്ങളുണ്ടാകും. ഇപ്പൊ ഹിന്ദു മതത്തിന് വേണ്ടി ഭഗവാൻ മുരുകന്റെ പേരിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കി ദേശീയത പറയുന്നു, ആളുകളെ സംഘടിപ്പിക്കുന്നു, മുരുകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ മഹാപരാധമാണ്. ഭാരതത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി യാഗം നടത്തുന്നു, വലിയ അപരാധമാണ്. ഇന്ത്യൻ സൈന്യം വിജയിക്കട്ടെ, ഇന്ത്യൻ സൈന്യത്തിന് കരുത്തുണ്ടാകാൻ വേണ്ടി ആത്മസമർപ്പണം നടത്തി യാഗം നടത്തുന്നു. ഇപ്പൊ തിരുവനന്തപുരത്ത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ വഴിപാട് രസീത് പുറത്തു വന്നു പറയാ. സകല പാർട്ടികളുടെയും ഇടതും വലതും BJP ഉള്ള എല്ലാവരും പോയി അവിടെ പുഷ്പാഞ്ജലി നടത്തിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അപ്പം രാജ്യത്തിന് വേണ്ടി നിങ്ങൾ യാഗം നടത്തുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്താൽ മഹാപരാധമാണെന്ന് പറയുന്നതിന്റെ ഉള്ളിലിപ്പം എന്താണ്? അപ്പൊ ഞാൻ പറയുന്നത്, ഹിന്ദു സംഘടനകൾ എവിടെയെങ്കിലും ഉണ്ടാവുമ്പോൾ ആദ്യം അതിനെതിരെ വടിവാളുമായിട്ട് വരുന്ന ആരെന്നറിയാം? ഹിന്ദു നാമധാരികൾ. അവരൊന്നും ഹിന്ദു അല്ല. ഹിന്ദുവിന്റെ ഒരു ഒത്തൊരുമ, ഐക്യപ്പെടൽ, ശക്തിയാർജിക്കൽ, ശക്തി വിളംബരം ചെയ്യൽ, ഇതൊക്കെ അസ്വസ്ഥതപ്പെടുത്തുന്ന ആളുകൾ കരുക്കളായി കൊടാലിക്കൈയായി ഉപയോഗിക്കുന്ന ഹിന്ദുക്കളെ തന്നെയാണ്. അങ്ങനെയുള്ള ആളുകളുടെ ആക്രമണം ഇപ്പോഴും മതാമൃതാനന്ദമയി ദേവിയെ കുറിച്ച് കടപ്പുറം സുധാമണി എന്ന് പറയുന്നില്ലേ? അതെ, ഹിന്ദുക്കൾ പറയുന്നുണ്ട്, ഹിന്ദുക്കൾ തന്നെ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ LMRക്കെതിരെ ആക്ഷേപം പറഞ്ഞാൽ എന്താ?
ഇതൊരു ഇപ്പം ഞാനിപ്പോൾ LMRKയുടെ പ്രവർത്തനോട് പറയുന്നത്, നിങ്ങൾ മുരുക ഭഗവാനിൽ വിശ്വസിക്കുന്നു, മുരുകൻ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവണം, മുരുക ഭഗവാന്റെ ഒരു കാലഘട്ടം വരുന്നു. ഇപ്പം നമ്മളിപ്പം ഒരു വലിയൊരു കുഴപ്പം പറഞ്ഞ ഘട്ടം എന്നറിയോ, യുഗം, മുരുക യുഗം എന്ന് പറഞ്ഞു. ത്രേതായുഗം, കലിയുഗം തുടങ്ങിയ യുഗങ്ങളേ ഉള്ളൂ. അപ്പൊ യുഗം എന്ന് പറയാമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നിങ്ങളുടെ മോദി യുഗം എന്ന് പറയുന്നത്, യുഗം എന്ന് പറഞ്ഞാൽ നേരത്തെ നിർവചിക്കപ്പെട്ട ആ യുഗമല്ല ഉദ്ദേശിക്കുന്നത്, ഒരു പീരിയഡ് എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അതെ. അതുപോലും ഇതിനെയൊക്കെ ട്വിസ്റ്റ് ചെയ്ത് വിവാദങ്ങൾ ഉണ്ടാക്കുക, ഹിന്ദുക്കളുടെ ഒരു മൂവ്മെന്റ് പ്രത്യേകിച്ച് ദേശീയതയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഇതിനെ തകർക്കാൻ വേണ്ടി ആസൂത്രിതമായി ശ്രമിക്കുന്നു. അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ഹിന്ദുക്കളാണ്. ഇതാണ് ഇതിനകത്ത് വലിയ കാരണം. ഇന്ത്യയിൽ ഹിന്ദുവിനെ മതം മാറ്റാൻ ഏറ്റവും കൂടുതൽ മുൻകൈ അവസരം ഉണ്ടാക്കി കൊടുത്തത് ഹിന്ദുക്കൾ തന്നെ. ബ്രിട്ടീഷുകാരന്റെ കൂലിപ്പട്ടാളക്കാരും കണക്കപ്പിള്ളമാരുമായി നിന്ന ഹിന്ദുക്കൾ ഹിന്ദുവിനെ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഈ ടിപ്പു സുൽത്താന്റെ കൂടെ ഈ കൂട്ടക്കൊല, ഹിന്ദു കൂട്ടക്കൊലയും വലിയ ആസൂത്രിതമായിട്ടുള്ള മതപരിവർത്തനവും നടത്താൻ ഹിന്ദുക്കളായ ആളുകൾ കൂട്ടുനിന്നിട്ടുണ്ട്. എന്തിന് സമീപകാലത്ത് നമ്മുടെ രാജ്യത്തിനെതിരെ ചാരവൃത്തി ചെയ്യുന്നവരിൽ പിടിക്കപ്പെടുന്നവരിൽ ഹിന്ദുക്കളുമുണ്ട്. രാജ്യവിരുദ്ധരായ, സംസ്കാര വിരുദ്ധരായ ആളുകൾ ഹിന്ദു മതത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ LMRK എന്ന് പറഞ്ഞ മൂവ്മെന്റിലേക്ക് ഞാൻ എങ്ങനെ വന്നു എന്ന് എന്റെ കാര്യം പറയാം. അപ്പൊ എനിക്കത് ബോധ്യപ്പെട്ടു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ രാജേഷിന്റെ നമ്പർ ഞാൻ സേവ് വെച്ചിരുന്നു. പിന്നെ ഒരിക്കൽ എനിക്ക് തോന്നി അങ്ങനെ ഉണ്ടെങ്കിൽ LMRK കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് നോക്കിയപ്പോൾ എനിക്ക് രാജേഷിന്റെ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം എന്റെ കോൾ ലിസ്റ്റിൽ ഒരു 500 രാജേഷ്മാരുണ്ട്. ഏതാണ് ഈ രാജേഷ് എനിക്കറിയില്ല. അങ്ങനെ അത് അബോട്ട് ചെയ്തു പോയി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും കുറെ കാലം കഴിഞ്ഞ് പിന്നെ ഞാനത് മറന്നുപോയി. പിന്നെ ഞാൻ ഒരിക്കൽ എന്നെ ബഹറിൽ നിന്ന് രഞ്ജിത്ത് വിളിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, അന്ന് പറഞ്ഞ ആളില്ലേ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ നമ്പറും തരാമോ? അപ്പോൾ ഞാൻ നമ്പർ തന്നല്ലേ, നിങ്ങൾ സേവ് ചെയ്തില്ല, ഞാനത് വിട്ടുപോയി, ഇപ്പോൾ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചു. അങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ഓരോ തവണ സംസാരിക്കുമ്പോഴും എനിക്ക് ഈ LMRK മൂവ്മെന്റിലുള്ള ആളുകളുടെ ആത്മാർത്ഥത, അവരുടെ കറകളഞ്ഞ ഭക്തി, അവരുടെ രാജ്യത്തോടുള്ള കടപ്പാട്, രാജ്യത്തിന് വേണ്ടി അവർ മരിക്കും. കാരണം ഈ ഇന്ത്യയെ ഇപ്പോൾ എല്ലാവരും പറയും ഇന്ത്യയെ അങ്ങനെ തോൽപ്പിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് 10-20 ലക്ഷം പട്ടാളക്കാരുണ്ട്. ഇത് മാത്രമല്ലെന്നേ 50 ലക്ഷം സ്വയം സേവകരുണ്ട്. ഇത്രയും പേരെ 10-70 ലക്ഷം പേരെ കൊന്നാലേ നിങ്ങൾക്ക് പാകിസ്ഥാനല്ല ആർക്കും ഇന്ത്യയെ കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ. സ്വയം സേവകർ എന്ന് പറഞ്ഞാൽ സ്വയം സേവിക്കുന്നവർ, രാജ്യത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ട് മരിക്കുന്നെങ്കിൽ ഈ മണ്ണിൽ വീണു മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന 50 ലക്ഷം സ്വയം സേവകർ RSS എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിനുണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ കീഴ്പ്പെടുത്താമെന്ന് ഒരു ബംഗ്ലാദേശിയും ഒരു പാകിസ്ഥാനിയും വിചാരിച്ചാൽ ഈ 70 ലക്ഷം പേര് തീരണം, ഇന്ത്യൻ പട്ടാളം തീരണം, പിന്നെ 50 ലക്ഷം RSSകാരും തീരണം എന്ന് പറയുന്നത് പോലെ അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിസ്വാർത്ഥമായി ഒന്നും പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന ആളുകളെ കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു പ്രസ്ഥാനത്തിലൂടെ നിൽക്കുന്നു എന്നത് എനിക്ക് അഭിമാനകരമാണ്. അതിന്റെ പേരിൽ എന്തു ചാപ്പ വന്നാലും ഞാനങ്ങ് സഹിക്കും. ഇതാണ് എൻ്റെ നിലപാട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ LMRK കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു, വീണ്ടും സംസാരിക്കുന്നു. അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നു. ഇതൊരു വലിയ മഹാപ്രസ്ഥാനമായി മാറുന്നതിന് നിമിത്തമാകാൻ ഭഗവാൻ മുരുകൻ എന്നെ ചുമതലപ്പെടുത്തിയതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇതാണ് LMRK കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ അയാൻ എന്ന് പറയുന്നയാൾ 350 പെൺകുട്ടികളെയാണ് പീഡിപ്പിച്ചത്, ഹിന്ദു പെൺകുട്ടികളെ. അത് തന്നെയാണ് കൃത്യമായി ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് ഈ ഗ്രൂമിംഗ് ഗ്യാങ് ഇന്ത്യയിലും പ്രവർത്തിക്കുന്നു. ലണ്ടനിലൊക്കെ UK പോലെയുള്ള ഗ്രൂമിംഗ് ഗ്യാങ് ഇന്ത്യയിലും പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഭാഗമാണ്. ഏറ്റവും സ്വാധീനമുള്ളവർ കോൺഗ്രസ്സുകാരുമാണ്. അവരുടെ മക്കൾ പ്രതികളായ കേസിലെ പ്രതികളെ ശിക്ഷിക്കാൻ 25 വർഷം കഴിഞ്ഞ വർഷമാണ് ശിക്ഷിച്ചത്. ജനസംഖ്യ ആളുകളുടെ അത്ര സ്ഥിരീകരിച്ചത് ചാരവറാണ് ധരിച്ച് 8-9 വരെ വെടിവെച്ചതാണ്. അത്തരക്കാരെ പിന്തിരിപ്പിക്കാനും തിരുത്താനും നന്നാക്കാനുള്ള നടപടി നമ്മൾ എടുക്കണമെന്ന് ഏത് പുസ്തക പറഞ്ഞിട്ടുള്ളത്. ഒരു ചൂമ്പ ഉണ്ടായിരുന്നെങ്കിൽ അപ്പം പ്രസംഗം കഴിഞ്ഞാൽ അപ്പം പോയി സെമിറ്ററിയല്ല പള്ളിയുടെ പ്രശ്നം പകൽക്കാനിൽ തന്നെ എന്ത് കളിമകളെല്ലാം അറിയാമോ എന്ന് ചോദിച്ചിട്ടാണ് ഇല്ലാത്തവനൊക്കെ വെടിവെച്ചത്. അതുകൊണ്ട് ഇന്ത്യയെ കീഴ്പ്പെടുത്താതെ ഒരു ബംഗ്ലാദേശിയും ഒരു പാകിസ്ഥാനെയും വിചാരിച്ചാൽ ഈ 70 ലക്ഷം പേര് തീരും. എന്നിട്ട് പറയും ഞങ്ങൾ വള്ളത്തെ കയറി പോയി വെള്ളം പോയി വെച്ച് ചത്തുപോയി എന്നൊക്കെ പറയും.